തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ബി.ജെ.പി. ഏറെ മുന്നിലാണെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി എം.ടി. രമേശ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച എല്ലായിടത്തും ഇതിനോടകം തന്നെ 2 ഘട്ട പ്രചാരണം കഴിഞ്ഞു. ഇരു മുന്നണികൾക്കും മുകളിലുള്ള മേൽക്കൈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഘട്ടം വരെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. രാവിലെ വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയും വൈകിട്ട് റോഡ് ഷോയും എന്ന രീതിയിലാണ് എം.ടി. രമേശിന്റെ പ്രചാരണം. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനും ആഴ്ചകൾക്ക് മുൻപേ തന്നെ അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിരുന്നു. 1ഉം 2ഉം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥികളെല്ലാം 2 ഘട്ട പര്യടനം പൂർത്തിയാക്കിയതായി അദ്ദേഹം പറഞ്ഞു. ഈ മേൽക്കൈ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ നിലനിർത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏതാണ്ട് പകുതിയിലേറെ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികളെല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ 1ഉം 2ഉം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ബി.ജെ.പി. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ 1 വട്ടവും 2 വട്ടവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ രംഗത്തിലൊരു മേൽക്കൈ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുണ്ട്. ആ മേൽക്കൈ തെരഞ്ഞെടുപ്പ് അവസാനിക്കാത്ത ഘട്ടം വരെ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസവും പ്രതീക്ഷയും. തിരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ചതോടെ പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലയിലെ ബി.ജെ.പി. പ്രവർത്തകർ. ജനം, കോഴിക്കോട്.